അസ്സലാമലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റഹീമാണ് പെരുമ്പോരുന്നത്. ഇതേ ഞാനിപ്പോൾ നമ്മുടെ ആലുവ കുന്നത്തേലുള്ള സഹോദരനെ നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ തേനാ ഈ നിൽക്കുന്ന കഥാപാത്രം ഇദ്ദേഹം ഞങ്ങൾ തമ്മിലിപ്പോൾ കൂട്ടിമുട്ടി കളമശ്ശേരിയിൽ വെച്ച്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ലീഡറായിരുന്നു റഫീഖ്. ഈ റഫീഖ് എന്ന് പറയുന്ന കഥാപാത്രം ഈ പറഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങളെ സഹായിക്കാൻ ആയിട്ട് അവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കും എനിക്കും ഉപദ്രവമായിട്ട് വന്നേക്കണം. ഇതിൻ്റെ അകത്തുള്ള യഥാർത്ഥ കഥകളൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് നമുക്ക് പറയാം. റഫീഖിൻ്റെ വീട്ടിലേക്ക് ഞാനൊരു റൂട്ട് മാർച്ച് നടത്തുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പങ്കെടുക്കാൻ എൻ്റെ പരമാവധി പിള്ളേർ എൻ്റെ കൂടെ സഹകരിക്കും. ഒരു ബസ് വിളിച്ച് പോകണമെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിൻ്റെ വാടക ഞാൻ കൊടുത്തോളാം. അതല്ല 2-3 കാറിലാണ് പോകണമെങ്കിൽ ഡീസലും ഞാൻ അടിച്ചോളാം. അപ്പോൾ അതുകൊണ്ട് ബാക്കി റഫീഖാടുത്ത് പറഞ്ഞേക്ക് ഇൻഷാ അല്ലാഹ് ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ട്. റഹീം വരുമ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റഫീഖാട് വീട്ടിൽ ഒക്കത്തെ സമയത്ത് എത്തുമെന്നും പിന്നെ റഫീഖൊക്കെ എത്ര ആയിരം രൂപ ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതും. അപ്പോൾ റഫീഖ് അവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല എനിക്ക് ഇതിൻ്റെ അടുത്ത് വേറെ റോളൊന്നുമില്ല, ഞാൻ റവാഹിൻ്റെ വേറൊരു പണിക്കാരൻ മാത്രമാണ്, നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വന്നേക്കണമെന്നും റഹീമും ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ലാന്നൊക്കെയാണ് ആ കാക്ക പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഏതാണെന്ന് നമുക്ക് ആ കാക്കയുടെ മുഖതാവി പോയിരുന്നു പറയാം. അപ്പോൾ ഞാൻ തിരിച്ച് നിങ്ങൾ നാട്ടിൽ വരാൻ വിധിയുള്ള സമയത്ത് വന്നു കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ഇൻഷാ അല്ലാഹ് റഫീഖിൻ്റെ വീട്ടിലേക്ക് പോകാം. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് കേൾക്കാം കേട്ടോ.